ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. അതിബലശാലിയായ നക്തഞ്ചര മുഖ്യൻ വജ്രദംഷ്ട്രൻ അംഗദൻ്റെ വിജയവും സ്വപക്ഷത്തിൻ്റെ നാശവും കണ്ടു. ഇടുത്തി പോലെയുള്ള ഉഗ്രചാപത്തിൽ ചെറുനാണൊലി മുഴക്കി. ഒരു ശരവർഷം തന്നെ മർക്കടപ്പടയിൽ പൊഴിച്ചു. രഥമേറി വന്ന അരക്കവരന്മാരും സഹായത്തിന് പടനായകൻ്റെ അടുത്തെത്തി. ശൂരന്മാരായ അവർ അമോഘങ്ങളായ ആയുധങ്ങളെ അയച്ചു തുടങ്ങി. കവിവ്യാഘ്രന്മാരും ഒന്നിച്ചു ചേർന്നു. കല്ലും മരവും തുരുതുരെ വർഷിച്ചു. ആയിരക്കണക്കിന് ആയുധങ്ങൾ വാനരോത്തമന്മാരുടെ നേരിട്ട് വരുന്നു. വൃക്ഷങ്ങൾ, വലിയ കല്ലുകൾ, കുന്നിൻമുടികൾ എന്നിവയെ മധ്യാന തുല്യരായ ഹരിവരന്മാർ അങ്ങോട്ടും ചാട്ടുന്നു. ഇങ്ങനെ പോരിൽ നിന്ന് ഒരിക്കലും പിന്തിരിയാത്ത ഹരിരാക്ഷസന്മാർ തമ്മിൽ നല്ലൊരു ഏറ്റുമുട്ടലാണ് ഉണ്ടായത്. ശിരസ് പൊട്ടിപ്പൊളിഞ്ഞും കൈകാലുകൾ ഛിന്നഭിന്നമായും അമ്പുകൾ ദേഹം മുഴുവൻ തറച്ചും രക്തത്തിൽ മുങ്ങിയും നിലം പൊത്തിയ പിശുദാശന്മാരും കവിവീരന്മാരും നിറഞ്ഞു. കാക്കകൾ, പരുന്തുകൾ, കഴുകന്മാർ, കുറുക്കന്മാർ എന്നിവ നിറഞ്ഞു. ഭീതിജനകങ്ങളായ കബന്ധങ്ങൾ പലയിടത്തും ഉയർന്ന് നൃത്തം തുടങ്ങി. കൈപ്പടങ്ങളും തലയും ഉടലും മുറിഞ്ഞ് കവികളും രാക്ഷസന്മാരും ആ യുദ്ധത്തിൽ വീണു. വാനര പ്രമുഖന്മാരാൽ കൊല്ലപ്പെടുന്ന ആ അസുരപ്പട മുഴുവൻ ഉടഞ്ഞു. നക്തഞ്ചര സൈന്യം പേടിച്ചരണ്ടതു കണ്ട വജ്രദംഷ്ട്രൻ മുന്നോട്ട് കയറി. ആ പ്രതാപിയുടെ കണ്ണുകൾ ചെന്തീ നിറമായി. കഴുകൻ്റെ തൂവൽ വച്ച നിശിത ബാണങ്ങളെ തുരുതുരെ പൊഴിച്ച് ശത്രുസമൂഹത്തെ പിളർക്കുവാൻ ആരംഭിച്ചു. 5, 7, 8, 9 വീതം ശരങ്ങളെ കൊണ്ട് പ്രതാപവാനായ വജ്രദംഷ്ട്രൻ വാനരന്മാരെ ഭേദിച്ചു. അമ്പുകളേറ്റ് പൊറുതി മുട്ടിയ കവിയൂഥം ലോക സർവേശ്വര സവിധത്തിലേക്ക് എന്ന പോലെ അംഗദ സമീപത്തിലേക്ക് ഓടി. മർക്കട സൈന്യം തോൽക്കുന്നത് കണ്ട ബാലീനന്ദനൻ ചെന്തി പാറുന്നത് പോലെയുള്ള നേത്രങ്ങളാൽ വജ്രദംഷ്ട്രനെ നോക്കി. കോപാന്തരായ രാക്ഷസ വാനരർ വീണ്ടും ഏറ്റുമുട്ടി. മദയാനയും സിംഹവും എന്ന പോലെ അവർ വട്ടം ചുറ്റി. തോമരം എന്ന ആയുധത്താൽ മത്തഗജ ശരീരത്തിൽ എന്ന പോലെ 1000 അസ്ത്രങ്ങൾ അംഗദദേഹത്തിലെ മർമ്മങ്ങൾ നോക്കി വജ്രദംഷ്ട്രൻ അയച്ചു. രക്തമൊഴുകുന്ന ദേഹത്തോടെ മഹാബലശാലിയായ അംഗദൻ ഒരു വൻവൃക്ഷത്തെ രാക്ഷസേന്ദ്രൻ്റെ നേരിട്ട് ആഞ്ഞെറിഞ്ഞു. നേരിട്ട് വരുന്ന മരത്തെ കണ്ട് യാതൊരു കൂസലും കൂടാതെ അരക്കൻ ചെറു കഷ്ണങ്ങളാക്കി ശരങ്ങളെ കൊണ്ട് അതിനെ മുറിച്ചിട്ടു. വജ്രദംഷ്ട്രൻ്റെ ശൗര്യം കണ്ട കവി പുങ്കവൻ ഒരു കൂറ്റൻ മലയെടുത്ത് അത്യുച്ചത്തിൽ അലറി നേരിട്ടെറിഞ്ഞു. മഹാവിക്രമിയായ അസുരൻ യാതൊരു പരിഭ്രമവും കൂടാതെ ഗദയൊന്നെടുത്ത് തേരിൽ നിന്ന് ചാടി ഭൂമിയിൽ നിന്നു. അംഗദൻ ചാട്ടിയ പർവ്വതം യുദ്ധമധ്യത്തിലുള്ള രഥത്തിൽ ചെന്ന് പതിച്ചു. നുകത്തണ്ടും അശ്വങ്ങളും അടക്കം പൊടിഞ്ഞു. വൃക്ഷങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന മറ്റൊരു ശൈലാഗ്രമെടുത്ത് വീണ്ടും ബാലീനന്ദനൻ വജ്രദംഷ്ട്രൻ്റെ ശിരസ് ഉന്നമാക്കി വിട്ടു. ഒഴിഞ്ഞു മാറിയെങ്കിലും പർവ്വത പാർശ്വം അസുരവരൻ്റെ തലയിൽ തട്ടി. ചോര ഛർദ്ദിച്ച് ബോധമറ്റ് ഗദയും കെട്ടിപ്പിടിച്ച് ഭൂമിയിൽ പതിച്ച വജ്രദംഷ്ട്രൻ അല്പസമയം കൊണ്ട് മൂർച്ച തെളിഞ്ഞ് മുന്നിൽ നിൽക്കുന്ന ബാലീതനയനെ കണ്ട് അരിശം മുഴുത്ത് നെഞ്ചത്തൊന്ന് ആഞ്ഞടിച്ചു. അംഗദൻ പെട്ടെന്ന് ആ ഗദ തട്ടിപ്പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു. രണ്ടുപേരും മുഷ്ടിയുദ്ധം തുടങ്ങി. ആ കപിരാക്ഷസന്മാർ തമ്മിൽ ആഞ്ഞടിച്ചു. രക്തം ഛർദ്ദിച്ചു. ഇടിയേറ്റ് രണ്ടുപേരും തളർന്നു. ചൊവ്വയും ബുധനും കൂടിയ പോലെ ആ ഭീമപരാക്രമികൾ ഇടഞ്ഞു. അതിതേജസ്വിയായ അംഗദൻ പൂവും കായും നിറഞ്ഞു നിൽക്കുന്നൊരു വൃക്ഷം വേരോടുകൂടി പറിച്ചെടുത്ത് ഇടതുകൈയിൽ ധാരാളം കുടമണികൾ അണിഞ്ഞ് ഉറിയിൽ കിടക്കുന്ന ഒരു ഉഗ്ര ഖഡ്ഗം വലതുകൈയിൽ കാളത്തോലിൻ പരിചയും വാളും ഏന്തിയ അരക്കനും പലതരത്തിലുള്ള അടവുകൾ മുറയ്ക്കു തുടങ്ങി. ജയേഷികളായ കവിരാക്ഷസന്മാർ ചൊടിച്ച് ആർത്തുകൊണ്ട് ഭയങ്കരമായി ഖഡ്ഗപ്രയോഗം ആരംഭിച്ചു. ദേഹത്തിൽ വളരെ വലിയ മുറിവുകളുണ്ടായി. എല്ലാറ്റിൽ നിന്ന് രക്തമൊഴുകി. അടിമുടി പൂത്ത പിലാശിൻ വൃക്ഷങ്ങൾ പോലെയായി രണ്ടുപേരും. യുദ്ധപാരവശ്യം കൊണ്ട് രണ്ടുപേരും ഭൂമിയിൽ മുട്ടുകുത്തി. കണ്ണിമയ്ക്കുന്ന നേരത്തിനുള്ളിൽ കവികുഞ്ചരനായ താരാസുതൻ പെട്ടെന്ന് എഴുന്നേറ്റു. അടികൊണ്ട സർപ്പം പോലെ തുടുത്ത കണ്ണുകളോടു കൂടിയ ബാലീതനയൻ
തേച്ച് തെളിഞ്ഞ് മിന്നുന്ന ഖഡ്ഗത്താൽ വജ്രദംഷ്ട്രൻ്റെ പെരുംതല വെട്ടി. ഉടലിൽ നിന്ന് വേറിട്ട് വട്ടം ചുറ്റിയ കണ്ണുകളോടെ ശിരസ് ഭൂമിയിൽ പതിച്ചു. ചെറുനദിയെപ്പോലെ രക്തം പ്രവഹിച്ചു. സേനാനായകന്റെ വധം കണ്ട രാക്ഷസപടകൾ പേടിച്ച് ജീവനും കൊണ്ട് ചിലർ ലങ്കയിലെ അന്തർഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. വാനരന്മാരിൽ നിന്ന് തോറ്റ് വതനം വാഴി താഴ്ന്ന ദുഃഖിതരായ അവർ ലങ്കേശ്വരന്റെ അരമനയിലേക്ക് സമയം വൈകാതെ തന്നെ കടന്നു ചെന്നു. വജ്രദംഷ്ട്ര മഹാബലവാനെ നിഗ്രഹിച്ച ഇന്ദ്രതുല്യ പരാക്രമിയായ യുവരാജ അംഗദൻ അമരവൃന്ദ മധ്യത്തിൽ ശുക്രനെ പോലെ സന്തുഷ്ട കവികളാൽ പൂജിതനായി. അമേയശക്തനായ വജ്രദംഷ്ട്രനെ വധിച്ച വർത്തമാനം കേട്ട ദശാസ്യൻ ചുറ്റും നോക്കി. അടുത്തു തന്നെ തൊഴുതുകൊണ്ട് സേനാനായകൻ നിൽക്കുന്നു. രാവണൻ പ്രഹസ്തനോട്, സേനാപതി അകംഭനൻ അതിവേഗത്തിൽ പുറപ്പെടട്ടെ. സർവാസ്ത്രശസ്ത്രങ്ങളും അറിയുന്നവരിൽ അഗ്രഗണ്യൻ, എല്ലാവരെയും നിയന്ത്രിക്കുവാനും രക്ഷിക്കുവാനും കഴിവുള്ളവൻ, ആയോധനപ്രിയൻ, യുദ്ധത്തിൽ ഒരിക്കലും പിന്മാറാത്ത ഭയങ്കരൻ, എൻ്റെ അഭിവൃദ്ധിയിൽ എന്നും ആഗ്രഹമുള്ളവൻ, ഘോരവീര്യരും ദുരാസതന്മാരുമായ അനേകം പടകളോടുകൂടി പോകട്ടെ. ഇവൻ വാനരന്മാരോടൊന്നിച്ച് സുഗ്രീവനെയും രാമലക്ഷ്മണന്മാരെയും നിഷ്പ്രയാസം നിഗ്രഹിക്കും. അസുരേശ്വരൻ്റെ ആജ്ഞ കേട്ട അകംഭനൻ അത്യുഗ്ര പരാക്രമിയായ രാക്ഷസമുഖ്യൻ നാനാതരത്തിലുള്ള ആയുധങ്ങളുമെടുത്ത് സർവസേനാനായക പ്രേരണയാൽ അത്യുത്സാഹത്തോടെ പുറപ്പെട്ടു. വലിയൊരു കനകരഥത്തിൽ തങ്കകുണ്ഡലാദി എല്ലാ ആഭരണങ്ങളും അണിഞ്ഞ് കാർക്കൊണ്ടലിൻ്റെ നിറവും നാദവുമൊത്ത അകംഭനൻ ഭീമാകാരന്മാരായ ആശുരന്മാരാൽ ആവൃതനായി കയറി. അവനെ ഒന്ന് ചലിപ്പിക്കുവാൻ ഇന്ദ്രാദികളായ ദേവന്മാർ എല്ലാവരും ഒത്താലും കൂടി സാധിക്കുകയില്ല. അത്രമാത്രം തേജസ്വിയായ അകംഭനൻ ആദിത്യനെ പോലെ രഥത്തിൽ ശോഭിച്ചു. അടരാടാൻ വാശിയോടെ വിരൂപാക്ഷന്മാരായ രാക്ഷസന്മാരോടുകൂടി പോകുമ്പോൾ രഥത്തിലെ കുതിരകൾക്ക് എന്തോ വല്ലായ്മയുണ്ടായി. പടയെ നയിക്കുന്ന അവൻ്റെ ഇടത്തെ കണ്ണ് ചലിച്ചു. മുഖം വിവർണമായി, ഒച്ച അകാരണമായി ഇടറി. അന്ന് സുദിനമാണെങ്കിലും കൊടുങ്കാറ്റുകൊണ്ട് ദുർദിനമായി മാറി. ക്രൂരവും ഭീഷണവുമായി മൃഗങ്ങളും പക്ഷികളും ശബ്ദിച്ചു. എന്നാൽ സിംഹതുല്യം ഉയർന്ന ചുമലുള്ളവനും വ്യാഘ്രസദൃശ പരാക്രമമാർന്നവനും ഭീകരനുമായ അവൻ ദുർനിമിത്തങ്ങളെ കണക്കാക്കാതെ യുദ്ധത്തിലേക്ക് യാത്ര തുടർന്നു. അരക്കവരന്മാരും ഒന്നിച്ച് അകംഭനൻ വരുമ്പോൾ കടലും കൂടി കലങ്ങത്തക്ക ഒരു വമ്പിച്ച ആരവം ഉയർന്നു. വാനരപ്പട അത് കേട്ട് ഭയപ്പെട്ടു. തരുക്കളും ശൈലശൃംഖങ്ങളും ആയുധമായി എടുത്ത് അടരാടുവാൻ തയ്യാറായി നിന്നു. അസുരവാനരന്മാർ തമ്മിൽ കഠിനമായി ഏറ്റുമുട്ടി. ശ്രീരാമചന്ദ്രൻ്റെയും ദശാനൻ്റെയും പ്രീതി സമ്പാദനത്തിനു വേണ്ടി ജീവൻ പോലും വില വയ്ക്കാതെയാണ് അവർ പൊരുതിയത്. അവരെല്ലാവരും ഒരുപോലെ ശൂരന്മാരും പർവ്വതാകാരന്മാരും ഭീമബലവാന്മാരും ആയതിനാൽ തുല്യമായി നിന്ന് അടരാടി. പരസ്പരം നിഗ്രഹിക്കുവാനും വിജയിക്കുവാനും പഴുതു നോക്കി. കോപാകുലരായ അവരുടെ ഭയങ്കര ഗർജനങ്ങൾ ഉയർന്നു. തുടുത്ത പൊടികൾ അത്യധികം തുടർന്നു പൊങ്ങി. വാനരന്മാരുടെയും രാക്ഷസന്മാരുടെയും പാദപതനത്തിൽ നിന്നുണ്ടായ ധൂളി കുടഞ്ഞു നിവർത്തിയ പട്ടുനൂൽ പട്ടിനു തുല്യം എല്ലാം മറച്ചു. യുദ്ധനിലത്തിൽ യാതൊന്നും കാണാത്ത മട്ടായി. പതാകകൾ, തേരുകൾ, കൊടിക്കാലുകൾ, ചട്ടകൾ, അശ്വങ്ങൾ, ശസ്ത്രങ്ങൾ ഒന്നും തന്നെ പൊടിപടലത്താൽ കാണുന്നില്ല. ഏറ്റവും കെൽപ്പോടുകൂടി പൊരുതുന്ന ഘോര ശബ്ദം ആ കൂട്ടപ്പടയിൽ നിന്ന് ഉയർന്നു. മറ്റുള്ളവ ഏതൊന്നും ദൃശ്യമാകുന്നതേയില്ല. ചൊടിച്ചടുക്കുന്ന വാനരന്മാർ വാനരന്മാരോടും രാക്ഷസന്മാർ രാക്ഷസന്മാരെയും മർദ്ദിക്കുക കൂടി ആ യുദ്ധത്തിലുണ്ടായി. മറ്റാരെ പോലെ സ്വകീയരെയും പലരും നിഗ്രഹിച്ചു. രക്തം ജലം പോലെ തളം കെട്ടിയതിനാൽ പൊടിപടലം ക്രമത്തിൽ അമർന്നു തുടങ്ങി. നിണം ചളിയായി മാറിയതോടെ ധൂളികൾ തീരെ അമർന്നു. ശവശരീരങ്ങൾ സർവത്ര തലങ്ങും വിലങ്ങും വീണു നിറഞ്ഞു. മാമരങ്ങൾ, വേലുകൾ, കല്ലുകൾ, കുന്തങ്ങൾ, പരികങ്ങൾ, ഗതകൾ, തോമരങ്ങൾ ഇവ കൊണ്ട് കനത്ത താടനങ്ങൾ അന്യോന്യം ഏൽപ്പിച്ചു. പരികത്തേക്കാൾ ബലവത്തരമായ ബാഹുക്കളെ കൊണ്ട് കവിമുഖ്യന്മാർ രാക്ഷസരെ ശക്തിയിൽ അടിക്കുവാൻ തുടങ്ങി. അരിശം മുഴുത്ത അരക്കന്മാർ വാനരന്മാരെ കഠിനമായി തോമരം, കുന്തം എന്നിവ കൊണ്ട് പരിക്കേൽപ്പിച്ചു. പടനായകനായ അകംഭനൻ അതിക്രുദ്ധനായി അസുരപ്പടയെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിച്ചു. കീശപ്രമുഖന്മാർ പാഞ്ഞടുത്ത് ആയുധങ്ങൾ തട്ടിപ്പറിച്ച് കല്ലുകളാലും വൻമരങ്ങളാലും നിശാചരന്മാരെ ചതച്ചു.
വീരന്മാരായ കുമുദൻ, നളൻ, ദ്വിവിധൻ, മൈന്ദൻ എന്നിവരോടൊന്നിച്ച് ഇതിനിടയിൽ ഊക്കോടെ അടുത്തു. കെൽപ്പേറുന്ന ഹരിവരന്മാർ വെറും കളിയായെന്ന മട്ടിൽ മാമരങ്ങളെ ചുഴറ്റിയടിച്ച് പടമുന്നിലുള്ള ആശുരന്മാരെ കൂട്ടം കൂട്ടമായി അരച്ചു തുടങ്ങി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.